Good morning, girls. Our next topic is raising of capital അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയാം. അപ്പം കമ്പനീസ് ആക്റ്റിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഹാവ് ടു ഇഷ്യൂ ഷെയർസ് ടു റേസ് ദ നെസസറി ക്യാപിറ്റൽ ഫോർ ദിയർ ഓപ്പറേഷൻസ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദർ ആർ 4 ways in which shares can be issued: public issue, private placement, then right issue, ബോണസ് ഇഷ്യൂ. ഇത് കൂടാതെ വേറൊരു ടൈപ്പും കൂടെ പറയുന്നുണ്ട്, ബൈ അലോട്ടിങ് എൻറ്റയർ ഷെയർസ് ടു ഇഷ്യൂ ഹൗസ് വിച്ച് ഇൻ ടേൺ ഓഫേഴ്സ് ദ ഷെയർസ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. അങ്ങനെ ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും പബ്ലിക് ഇഷ്യൂ. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് any offer of securities or invitation to subscribe securities to a select group of persons by a company through issue of a private placement offer letter and which satisfies the conditions specified therewith. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റീസ്, കമ്പനീൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങാനുള്ള ഇൻവിറ്റേഷൻ ആർക്ക് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്? ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. പബ്ലിക്കിന് മൊത്തമായിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുക. സെലക്റ്റഡ് ഗ്രൂപ്പിനെ മാത്രമാണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ത്രൂ ഇഷ്യൂ ഓഫ് എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ. മനസ്സിലായല്ലോ? ആ ഒരു പ്രോസസ്സിനെയാണ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ടു സെക്യൂരിറ്റീസ് ഓഫ് എ കോർപ്പറേറ്റ് ഇഷ്യൂർ ബൈ മീൻസ് അതർ ദാൻ പബ്ലിക് ഓഫറിംഗ് ഇസ് നോൺ ആസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്. ഓക്കെ. അപ്പോൾ ദ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ഷാൾ ബി മെയ്ഡ് ടു സച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് നോട്ട് എക്സീഡിങ് 50 ഓർ സച്ച് ഹയർ നമ്പർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഈ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് മാക്സിമം എത്ര ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്? 50. ഇനി പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നുള്ളൂ. ഓക്കെ. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിക്കോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അതായത് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെ പറ്റില്ല എന്നാണ് പറയുന്നത്? എക്സ്ക്ലൂഡിങ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ബീങ് ഓഫേർഡ് സെക്യൂരിറ്റീസ് അണ്ടർ എ സ്കീം ഓഫ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇവർക്കൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോ ഫ്രഷ് ഓഫർ ഓർ ഇൻവിറ്റേഷൻ ഷാൾ ബി മെയ്ഡ് unless the allotments with respect to any offer or invitation made earlier have been completed or that offer or invitation has been withdrawn or abandoned by the company. അതായത് അപ്പോൾ ഇപ്പോൾ ഒരു 10 പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പം പ്രത്യേകിച്ച് ഈ ഫാമിലി ബിസിനസ്സിലൊക്കെയാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സ് ആരാണോ അവർക്ക് മാത്രമാണ് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പഴയവരെയൊക്കെ ഇതാക്കണം, എന്നാൽ പിന്നെ പുതിയൊരു ബിസിനസ്സായി തുടങ്ങുക. അല്ലാതെ നോ ഫ്രഷ് ഓഫർ ഓർ invitation shall be made unless the allotments with respect to an offer or invitation made earlier have been completed. Okay. ഇനി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഓൾ മണീസ് പേയബിൾ ടുവേർഡ്സ് സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഷാൾ ബി പെയ്ഡ് ത്രൂ ചെക്ക് ഓർ DD, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ അതർ ബാങ്കിങ് ചാനൽസ്. അതായത് ഒരിക്കലും ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. എല്ലാം ചെക്കായിട്ടോ അല്ലെങ്കിൽ DD അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിങ് ചാനൽസ് വഴിയായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ഇൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്സ് ആർ കോമൺ സ്റ്റോക്ക്, പ്രിഫേർഡ് സ്റ്റോക്ക് ഓർ അതർ ഫോംസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻട്രസ്റ്റ്, വാറൻറ്റ്സ് ഓർ പ്രോമിസറി നോട്ട്സ്, അതേപോലെ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അൺലൈക്ക് പബ്ലിക് ഓഫറിങ് ദ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി അറ്റ് മോസ്റ്റ് 49. അതായത് 50ൽ കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ്. കമ്പനി ഹാസ് ടു ബി ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ ആണോ? ഇനി
all offers covered shall be made only to such persons whose names are recorded by the company prior to the invitation to subscribe, and that such person shall receive the offer by name, and that a complete record of such offers shall be kept by the company in such a manner as may be prescribed, and complete information about such offers shall be filed with the registrar within a period of 30 days of circulation or relevant placement of a private placement of a letter. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം വിത്ത് ഫുൾ ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന കമ്പനികൾ, നോ കമ്പനി ഓഫറിംഗ് സെക്യൂരിറ്റീസ് ഷാൽ റിലീസ് എനി പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് or utilize any media, marketing or distribution channels or agents to inform the public at large about such an offer. അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ഫ്യൂ കുറച്ച് ആളുകൾക്ക് മാത്രം കൊടുക്കുന്നൊരു ഓഫറാണ്. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെ മീഡിയയിലോ ഒന്നും വിളിച്ച് പബ്ലിഷ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇങ്ങനത്തെ ഇൻവിറ്റേഷൻ, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും മീഡിയയിലോ അങ്ങനെ പബ്ലിക് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇഫ് എ കമ്പനി മേക്സ് ആൻ ഓഫർ ഓർ ആക്സെപ്റ്റ് മണീസ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദി അഫോർസെഡ് റൂൾസ്, നേരത്തെ പറഞ്ഞല്ലോ അതിന് വിരുദ്ധമായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ ദ കമ്പനി, ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഷാൽ ബി ലയബിൾ ഫോർ എ പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ദ എമൗണ്ട് ഇൻവോൾവ് ഇൻ ദ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ഓർ 2 crore rupees വിച്ച് എവർ ഇസ് ഹയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തിയിട്ട് ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ ലയബിളാണെന്നാണ് പറയുന്നത്. അവരുടെ ഫൈൻ പറയുന്നത് ഒന്നുകിൽ എത്രയാണോ എന്താ പറയുക എമൗണ്ട് ഇൻവോൾവ് ഇൻ ദ ഓഫർ, അല്ലെങ്കിൽ 2 crore rupees വിച്ച് എവർ ഇസ് ഹയർ. And the company shall also refund all monies to subscribers within a period of 30 days of the offer imposing penalty എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എത്ര സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം റീഫണ്ട് ചെയ്യണം വിത്തിൻ എ പീരീഡ് ഓഫ് 30 days എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇഷ്യൂ ഇസ് ബൈ അലോട്ട്മെൻറ്റ് ടു ഇഷ്യൂ ഹൗസ് എന്ന് പറയും. അതായത് അണ്ടർ ദിസ് അറേഞ്ച്മെൻറ്റ് കമ്പനി അലോട്ട്സ് ഓർ എഗ്രി ടു അലോട്ട് ഷെയർ ഓർ ഡിബെഞ്ചേഴ്സ് അറ്റ് എ പ്രൈസ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എൻ ഇഷ്യൂ ഹൗസ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. അതായത് കമ്പനി നേരിട്ടിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യല്ല ചെയ്യുക. കമ്പനിക്ക് എത്രയാണോ ഇപ്പോൾ ക്യാപിറ്റൽ വേണ്ടത്, 1 crore വേണമെന്നുണ്ടെങ്കിൽ അത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിക്കുക ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഹൗസ് എന്നാണ് അതിന് പറയുക, അവരെ ഏൽപ്പിക്കുക ചെയ്യുക. അപ്പോൾ ദ ഇഷ്യൂ ഹൗസ് പബ്ലിഷസ് എ ഡോക്യുമെൻറ്റ് കോൾഡ് എൻ ഓഫർ ഫോർ സെയിൽ വിത്ത് എൻ ആപ്ലിക്കേഷൻ ഫോം അറ്റാച്ച്ഡ്. ദിസ് ഡോക്യുമെൻറ്റ് ഈസ് ഡീംഡ് ടു ബി ദ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇഷ്യൂ ഹൗസ് എന്ത് ചെയ്യും? അവരൊരു ഡോക്യുമെൻറ്റ് ഓഫർ, ഈ സെയിലിനുള്ള ഓഫറായിട്ട് ഒരു ഇൻവിറ്റേഷനായിട്ട് അവരൊരു സാധനം പബ്ലിഷ് ചെയ്യും. ആ സാധനത്തിനെയാണ്, അതാണ് അവരുടെ എപ്പോഴും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇഷ്യൂ ഹൗസ് ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യും, അതിനെ നമ്മൾ പ്രോസ്പെക്ടസായി കണക്കാക്കുന്നു. ഇറ്റ് ഈസ് ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ്. സോ ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോം ഫ്രം ദ പബ്ലിക് ദ ഇഷ്യൂ ഹൗസ് റിനൗൺസസ് ദി അലോട്ട്മെൻറ്റ്. എല്ലാം ചെയ്യുന്നത് ഇഷ്യൂ ഹൗസ് ആയിരിക്കും, കമ്പനി നേരിട്ടിട്ടൊന്നും ചെയ്യുന്നില്ല. ദിസ് ഈസ് അനദർ മോഡ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ക്ലിയർ ആണോ? ഇനി തേർഡ് ടൈപ്പ് ഓഫ് ഇഷ്യൂ, അതായത് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ കമ്പനിക്ക് ഷെയർസ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു? നേരിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. അതിങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലെ മാതിരി ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിന് മാത്രമല്ല ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ആർക്ക് വേണമെങ്കിലും വാങ്ങാം കമ്പനീൻ്റെ ഷെയർസ്. അതാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പബ്ലിക് ഇഷ്യൂവിൽ എന്താ ചെയ്യുന്നത്? സെല്ലിംഗ് ഓർ മാർക്കറ്റിംഗ് ഓഫ് ഷെയർസ് ഫോർ സബ്സ്ക്രിപ്ഷൻ ബൈ ദ പബ്ലിക്
ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് കമ്പനിക്ക് ഇപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നൊക്കിൽ എന്ത് ചെയ്യാൻ, ദേ കൻ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. സോ എ പബ്ലിക് കമ്പനി ഹാസ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്, അതേപോലെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് ആൻഡ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ കൺസേൺ ഗവൺമെൻറ് അതോറിറ്റീസ് ആൻഡ് സെബി എക്സെട്ര. അപ്പം ഈ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഇതെല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് വേണം പബ്ലിക് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഇൻവോൾവ്സ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് കോപ്പറേഷൻ ഓഫ് എ നമ്പർ ഓഫ് ഏജൻസീസ് സച്ച് ആസ് മാനേജേഴ്സ് ടു ഇഷ്യൂ, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, രജിസ്ട്രാർ to the issue, solicitors, then legal advisors, printers, publicity and advertising agents, financial institutions, etc. അതായത് അതൊരു പ്രോസസ്സ് തന്നെയാണ്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട് പബ്ലിക് ഇഷ്യൂനുള്ള. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് ഇഷ്യൂ സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ അപ്പോയിൻറ്റിംഗ് ബാങ്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് സെക്യൂറിംഗ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊട്ടേഷൻ ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള പ്രൊസീജിയർ എന്നുള്ളത് നോക്കാൻ പോവാണ്. സോ ദ പ്രൊസീജിയർ റിക്വയർഡ് ഫോർ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്, ഫസ്റ്റ് വേണ്ടത് അപ്രൂവൽ ആൻഡ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കമ്പനീൻ്റെ ഷെയർസ് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതായത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ, കമ്പനീൻ്റെ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പ്രൈസ്, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടുള്ള പ്രോസ്പെക്ടസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഫയൽ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് സ്റ്റെപ്പ്, അതായത് അപ്രൂവൽ ആൻഡ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. A draft copy of the prospectus approved by the directors who put their dated signature on it must be filed with the registrar before issuing the shares or securities to the public. Okay. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിസിറ്റി ആൻഡ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് രജിസ്ട്രാർ അടുത്ത് ഫയൽ ചെയ്ത പ്രോസ്പെക്ടസ് ഇനി എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം പ്രോസ്പെക്ടസ്. അതായത് വിത്തിൻ 90 days ഓഫ് ഡെലിവറി ഓഫ് ദ പ്രോസ്പെക്ടസ് ടു ദ രജിസ്ട്രാർ ദ പ്രോസ്പെക്ടസ് ഷുഡ് ബി ഇഷ്യൂഡ് ടു ദ പബ്ലിക്. ഓക്കെ, അപ്പോൾ ഈ പ്രോസ്പെക്ടസിൻ്റെ കോപ്പീസ് ഓഫ് പ്രോസ്പെക്ടസ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ടു ദ കമ്പനി ബാങ്കേഴ്സ് ആൻഡ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ റിലേഷൻ ടു ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് വിൽ ബി ഗിവൺ ടു ദ പ്രസ്. ഓക്കെ, അപ്പോൾ ഓൺ ദ അഡ്വർടൈസ് ഡേറ്റ് ആൻഡ് ടൈം ദ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് വിൽ ബി ഓപ്പൺഡ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ടു ദി പബ്ലിക്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിങ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഒക്കെ നോക്കിയിട്ട് പബ്ലിക് ഏകദേശം കമ്പനീനെ കുറിച്ച് മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് പബ്ലിക് എന്ത് ചെയ്യും, ഷെയർസ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കുകയാണ്. ദേ വിൽ മേക്ക് ആപ്ലിക്കേഷൻസ് ടു ദ കമ്പനി. സോ ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, റിസീവിങ് ആപ്ലിക്കേഷൻ. അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ ഡയറക്റ്റഡ് ടു സെൻഡ് ദിയർ ആപ്ലിക്കേഷൻ ഡ്യൂലി ഫിൽഡ് ഇൻ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി which shall not be less than 5% of nominal amount of security or such other percentage as may be specified by SEBI to the company's bankers എന്നാണ് പറയുന്നത്. അപ്പം ഈ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് മിനിമം 5% ഓഫ് നോമിനൽ വാല്യൂ ആണ് പറയുന്നത്. ഇപ്പോൾ 10 റുപ്പീസാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 50, അതാണ് മിനിമം. ബട്ട് ഇറ്റ് ഈസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, എപ്പോഴും 5% ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സെബി. ഓക്കെ, ദ ബാങ്ക് വിൽ കളക്ട് ദ എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് ടു എ സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ട് നോൺ ആസ് ഷെയർ ഓർ ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പം ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് അതാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് കമ്പനി എന്ത് ചെയ്യും, സ്ക്രൂട്ടിനൈസ് ചെയ്യും. സോ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻസ് ഇസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പം എക്സാമിനിങ് ദ ആപ്ലിക്കേഷൻ ഫോം, അതായത് ഇറഗുലർ ആൻഡ് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോംസ് മേ ബി റിജക്റ്റഡ് ഇഫ് ദർ ഇസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായല്ലോ?
Then next step, sorting of application. അതായത് application forms may be rearranged according to the alphabetical order of the names of applicant or according to the number of shares applied for. Then another next step is closure of application list. അപ്പോൾ ഇത്ര കാലം വരെ അപ്ലൈ ചെയ്യാം എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തോളണം? ആപ്ലിക്കേഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. The application list will be closed at the predetermined time or when the issue is sufficiently oversubscribed. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചിരിക്കണം പുറമേക്കാരെ, കാരണം അല്ലെങ്കിലും വീണ്ടും ഇങ്ങനെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് റെക്കോർഡിംഗ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് എൻട്രീസ് ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഷീറ്റ് ആൻഡ് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം വിൽ ബി എൻറ്റേർഡ് ഫസ്റ്റ്. All entries on the sheet must be finally checked with the registration application forms and with bank passbook and bankers list. അതായത് ഈ എമൗണ്ട് റെമിറ്റ് കിട്ടിയവർ തന്നെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഫോംസൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, പബ്ലിക് ഇഷ്യൂ. ഇനി സെബി ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് ഫോർ പബ്ലിക് ഇഷ്യൂ. അപ്പോൾ എന്താണ് സെബി എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ആൻഡ് ദിസ് ബോർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ April 12, 1988 ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതായത് മനസ്സിലാക്കി വെക്കേണ്ടത് ഇതാണ്, അതിൻ്റെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കുക. 12th April 1988. ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ്. ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബോഡി ടു ഡെവലപ്പ് ആൻഡ് റെഗുലേറ്റ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് സെബീനെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ റെഗുലേറ്റർ ഫോർ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. Originally set up by the Government of India in 1988, it acquired statutory form in 1992 with SEBI Act 1992 being passed by Indian Parliament. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റെഗുലേറ്റർ ഫോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. 1988 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷേ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ഫോം കിട്ടിയത് എന്നാണ്? സെബി ആക്ട് 1992 പാസ്സായതോട് കൂടിയിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഓക്കെ, ഇനി എന്താണ്, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി നോക്കാം. സെബീൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് so that there is steady flow of savings into the capital market. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും അതേപോലെ ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബി നിലവിൽ വന്നിരിക്കുന്നത്. ഇറ്റ് ഓൾസോ എയിംസ് ടു പ്രൊമോട്ട് എഫിഷ്യൻറ്റ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ്, അതായത് എൻഷുർ ഫെയർ പ്രാക്ടീസസ് ബൈ ഇഷ്യൂവേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് സോ ദാറ്റ് ദേ ക്യാൻ റേസ് റിസോഴ്സസ് അറ്റ് മിനിമം കോസ്റ്റ്, ആൻഡ് ഓൾസോ പ്രൊമോട്ട് എഫിഷ്യൻറ്റ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് അതർ intermediaries so that they become competitive and professional. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്ന ഇതാണ്, പ്രോസ്പെക്ടസ് ഹാസ് ടു ബി അറ്റാച്ച്ഡ് വിത്ത് എവറി ആപ്ലിക്കേഷൻ. അതായത് ആപ്ലിക്കേഷൻ്റെ കൂടെ, അതായത് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന കൂടത്തിൽ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും കമ്പനീൻ്റെ പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, then company has to highlight the risk factors in the prospectus. അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിരിക്കണം പ്രോസ്പെക്ടസിൽ. then objectives of the issue and cost of project should be mentioned in the prospectus. പ്രോസ്പെക്ടസിൽ എന്തുണ്ടായിരിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതേപോലെ എത്ര എമൗണ്ടിൻ്റെ പ്രോജക്റ്റാണ്, അതായത് ഇപ്പം 1 crore പ്രോജക്റ്റ് ആകുമ്പോഴാണ് 1 crore റേസ് ചെയ്യുന്നത്, അപ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് should also be mentioned in the prospectus. Then another one is public issue prospectus to be filed with registrar of companies after 21 days of filing draft prospectus with SEBI. അതായത് ഇവിടെ പറയുന്നത് പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആഫ്റ്റർ 21 days ഓഫ് ഫയലിംഗ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് വിത്ത് സെബി ആണ്. അതായത് ഇതൊക്കെ ഫയലിംഗ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്സാണ് പറയുന്നത്.
Then company's management, past history and present business of the firm should be highlighted in the prospectus. പ്രോസ്പെക്ടസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ആപ്ലിക്കൻറ്റിന് ഇൻവെസ്റ്ററിന് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിന് കൃത്യമായൊരു ധാരണ കിട്ടണം കമ്പനീനെ കുറിച്ചിട്ട്. അതാണ് കമ്പനീസ് മാനേജ്മെൻറ്റ്, കമ്പനീൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് പ്രസൻറ്റ് ബിസിനസ്. ഓക്കെ. And particulars in regard to the company and other listed companies under the same management which made any capital close during the last 3 years are to be included in the prospectus. പിന്നെ വേണ്ടത് ജസ്റ്റിഫിക്കേഷൻ ഫോർ പ്രീമിയം ഇൻ കേസ് ഓഫ് പ്രീമിയം ഇഷ്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെയർസ് വേണമെങ്കിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ വേണം. മനസ്സിലായല്ലോ? Then another guideline is subscription list for public issue should be kept open for minimum of 3 days and a maximum of 10 working days. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? മിനിമം 3 ദിവസം, മാക്സിമം 10 ഡേയ്സ് എന്താക്കിയിരിക്കണം? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ എന്നാണ് പറയുന്നത്. Public issue made by an infrastructure company may be kept open for a maximum period of 21 working days. ഇനി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അവർ ഈ സാധനം സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എത്ര ദിവസം ഓപ്പൺ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? മിനിമം 21 days. The period of operation of subscription list of public issue shall be disclosed in the പ്രോസ്പെക്ടസ്. അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് കൊടുക്കണം, എത്ര ദിവസമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓപ്പൺ ആയി കിടക്കുക എന്നുള്ളത്. ഓക്കെ. Then another one is the minimum number of collection centers for an issue of share capital shall be the 4 metropolitan centers situated in Mumbai, Delhi, Calcutta and Chennai, and all such centers where the stock exchanges are located in the region in which the registered office of the company is situated. Then the collection agents are not to collect application money in cash. നേരത്തെയും പറഞ്ഞതാണ്, ഏതെങ്കിലും ബാങ്കിങ് മോഡ്സ് വഴി മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യാൻ പാടുള്ളൂ. The quantum of issue shall not exceed the amount specified in the പ്രോസ്പെക്ടസ്. ഒരിക്കലും ഇഷ്യൂ എന്ന് പറയുന്നത് ഏതിനേക്കാട്ടും കൂടുതലാവാൻ പാടില്ല പ്രോസ്പെക്ടസിൽ ഇപ്പോൾ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ 10,000 ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതായത് ക്വാണ്ടം ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ നോട്ട് എക്സീഡ് ദി എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കാര്യത്തിലാണ്. നോ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓഫേർഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ shall be made unless the amount stated in the prospectus as minimum amount has been subscribed and the sums payable on application money so stated have been paid to and received by the company by check or other instrument. അപ്പോൾ എത്രയാണോ ആപ്ലിക്കേഷൻ മണിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ മുഴുവൻ എമൗണ്ട് കിട്ടാതെ ഏത് പ്രോസസ്സ് തുടങ്ങാൻ പാടില്ല? അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ. അതേപോലെ ദ എമൗണ്ട് പേയബിൾ ഓൺ ആപ്ലിക്കേഷൻ ഓൺ എവറി സെക്യൂരിറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ 5% ഓഫ് ദി നോമിനൽ എമൗണ്ട് ഓഫ് ദ സെക്യൂരിറ്റി ഓർ സച്ച് അതർ പെർസെൻറ്റേജ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ സെബി ബൈ മേക്കിംഗ് റെഗുലേഷൻസ് ഓൺ ദിസ് ബിഹാഫ്. അപ്ലിക്കേഷൻ മണി നേരത്തെ പറഞ്ഞല്ലോ, മിനിമം എത്ര തന്നെങ്കിലും ആയിരിക്കണം? 5% ഓഫ് നോമിനൽ എമൗണ്ട് ഓർ ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദി സെബി. Another guideline is if the stated minimum amount has not been subscribed and the sum payable on application is not received within a period of 30 days from the date of issue of prospectus, then the application money shall be repaid within a period of 15 days from the closure of issue എന്നാണ് പറയുന്നത്. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ ഷെയർസ് അലോട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആ മിനിമം എമൗണ്ട് കിട്ടി സബ്സ്ക്രിപ്ഷൻ അതായത് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കിട്ടി അതിന് കൃത്യമായ ആപ്ലിക്കേഷൻ മണി കിട്ടാതിരിക്കുകയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? കിട്ടിയിട്ടുള്ള എമൗണ്ട് തിരിച്ചു കൊടുത്തേക്കാം. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ആ മിനിമം എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം വിത്തിൻ 15 days ഫ്രം ദി ക്ലോഷർ ഓഫ് ഇഷ്യൂ.
അതേപോലെ വെനെവർ എ കമ്പനി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ മേക്സ് എനി അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇറ്റ് ഷാൾ ഫയൽ വിത്ത് എ രജിസ്ട്രാർ എ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്തിൻ 30 days അലോങ് വിത്ത് എ ഫീസ് പ്രിസ്ക്രൈബ്. അതായത് കമ്പനി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, രജിസ്ട്രാർ എടുത്ത് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം വിത്തിൻ 30 days അലോങ് വിത്ത് ഫീസ്. ഓക്കെ. Then every company making public offer shall before making such offer make an application to one or more recognized stock exchange and obtain permission for dealing the securities there. പബ്ലിക് ഇഷ്യൂ നടത്തുന്ന എല്ലാ കമ്പനീസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അത് തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. Then the details of exchange should be mentioned in the prospectus. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കണം. Then all monies received on an application from the public for subscription to the securities shall be kept in a separate bank account in a scheduled bank. ആപ്ലിക്കേഷൻ മണി കിട്ടിയത് മുഴുവൻ കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല. ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അക്കൗണ്ട് തുടങ്ങിയിട്ട്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ദ ക്യാപിറ്റൽ ഇഷ്യൂ ഷാൾ ബി ഫുള്ളി പെയ്ഡ് വിത്തിൻ 120 days ആൻഡ് അണ്ടർ റൈറ്റിംഗ് ഹാസ് ബീൻ മാൻഡേറ്ററി. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ കമ്പനി ഒരു 1 crore ക്യാപിറ്റലാണ് ആവശ്യം വെച്ചാൽ അത്രയും അതിന് കണക്കാക്കിയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഒരു 90 lakhs പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 95% മിനിമം സബ്സ്ക്രിപ്ഷൻ വേണമെന്നുള്ളതാണ്. ബാക്കിയുള്ളത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആര് ഏറ്റെടുത്തോളാം എന്ന് പറയും, അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിനാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് ഫോർ എ കമ്മീഷൻ. ഓക്കെ.